മാസപ്പടി കേസിൽ CMRL താൽക്കാലിക ആശ്വാസം. ഇഡി അന്വേഷണം ഹൈക്കോടതി വെള്ളിയാഴ്ച വരെ തടഞ്ഞു. തുടർ നടപടികൾ CMRL നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ അല്പം മുമ്പാണ് പുതിയ സ്റ്റേ ഉണ്ടാവില്ല എന്ന് വ്യക്തമാക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് വാദം പൂർണ്ണമായും പൂർത്തിയായിരിക്കണം. അതിനുശേഷമാണ് ഇത്തരമൊരു നടപടി ഉണ്ടാകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആജ്ഞാവിശദാംശങ്ങൾ രഞ്ജിത്ത്, അല്പം മുൻപ് വരെ തുടർവാദം കേൾക്കുകയായിരുന്നു ഈ വിഷയത്തിൽ. ഹൈക്കോടതി ഈ വിഷയത്തിൽ വാദം കേൾക്കുകയായിരുന്നു. അതായത് ഇടക്കാല ഉത്തരവില്ല, പൂർണ്ണമായും ഇന്ന് തന്നെ വാദം കേൾക്ക് വിധിയുണ്ടാകുമെന്ന് തന്നെയായിരുന്നു ഹൈക്കോടതി അറിയിച്ചിരുന്നത്. അങ്ങനെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അറിയിച്ചിരുന്നത് അങ്ങനെയാണ്. ജസ്റ്റിസ് രാജ വിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാറിന്റെയും ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. നേരത്തെ നമുക്കറിയാം ഇഡിയുടെ അന്വേഷണത്തിന് സ്റ്റേയാണ്, അതായത് തുടർ നടപടി വെള്ളിയാഴ്ച വരെ പാടില്ല എന്നുള്ള നീക്കമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:45 ഈ കേസ് വീണ്ടും പരിഗണിക്കും. അതിനുശേഷമേ ഹൈക്കോടതി തീരുമാനിക്കാം തുടർ നടപടികൾ ഉണ്ടാകുക. അതിനുശേഷമുണ്ടായ വിധിക്ക് ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുകയെങ്കിൽ സംഭവിക്കുക എന്നുള്ളതാണ്. അതേസമയം ഇഡിയുടെ അന്വേഷണത്തിന് സ്റ്റേ, അതായത് ഈ വെള്ളിയാഴ്ച വരെ തുടർ നടപടികൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇടുക്കി ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെയാണ് CMRL മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തന്നെ SFIയുടെ അന്വേഷണത്തിന്റെ മേലുള്ള പ്രോസിക്യൂഷൻ കംപ്ലയിന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി ഇത്തരത്തിലൊരു നീക്കവുമായി മുന്നിട്ടിറങ്ങിയത്. ഇഡിക്ക് ഒരു കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പോലീസോ CBIയോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു FIR വേണം. ആ FIRന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ECIR രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ. ആ ECIR ഇല്ല എന്നുള്ളതാണ്. അതേസമയം ഇഡി കോടതിയിൽ മുന്നോട്ട് വെച്ച വാദം ഇതാണ്. ECIR എന്ന് പറഞ്ഞാൽ കേസെടുക്കൽ എന്ന അർത്ഥമില്ല, ലഭിച്ചിട്ടുള്ള രേഖകളുടെ ക്രോഡീകരണമാണ്. ഇതെല്ലാം കൂടി ക്രോഡീകരിച്ച് വെച്ച ശേഷമുള്ള പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇഡി തുടർ നടപടികളിലേക്ക് കടക്കുക, കേസന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. അതേസമയം SFIയുടെ അന്വേഷണത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള രേഖകളുടെയും അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇഡി നടത്തിയ റെയ്ഡിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ ഇഡി വീണ വിജയനെ ചോദ്യം ചെയ്തത്. അന്നുണ്ടായിരുന്ന റെയ്ഡിനിടയിലുണ്ടായിരുന്ന ഒരു സ്വാഭാവിക ചോദ്യം ചെയ്യൽ മാത്രമായിരുന്നു. അതേസമയം ഇനി ഇഡിക്ക് വിശദമായി വീണ വിജയനെ ചോദ്യം ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് സമൻസ് അയക്കേണ്ടതുണ്ട്. മറ്റ് CMRL ഉദ്യോഗസ്ഥർക്കും സമൻസ് അയച്ച് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നാണ് ഇഡി കോടതിയെ ബോധ്യപ്പെടുത്തിയത്. നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്ന സാഹചര്യവും ഇഡിയുടെ അന്വേഷണം തുടരാം എന്നുള്ള ആ സാഹചര്യവും മാത്രമല്ല, അന്വേഷണത്തിന് സ്റ്റേ ആവശ്യപ്പെട്ടാണ് CMRL കോടതിയെ സമീപിച്ചത്. സ്റ്റേ ഇല്ല എന്നുള്ള ഉത്തരവായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതേ തുടർന്നാണ് CMRL വീണ്ടും ഡിവിഷൻ ബെഞ്ചിലെത്തുന്നത്. ഡിവിഷൻ ബെഞ്ച് ഈ കേസ് ാണ് നേരത്തെ ഈ ഇഡിക്ക് മുൻപാക്കി ഹാജരായാൽ ക്ലീൻ ചിറ്റ് കിട്ടുകയാണെങ്കിൽ അതല്ലേ നല്ലത്, അത് കുറ്റവിമുക്തരാക്കുന്ന ഒരു നടപടിയിലേക്ക് കടക്കാനാകില്ല എന്ന് ഇഡി CMRLനോട് ചോദിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ CMRL മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇഡി നിർബന്ധിതമായി ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. ഇഡിക്കെതിരെ അല്ലെങ്കിൽ ഇഡിയുടെ അന്വേഷണത്തിന് സ്റ്റേ വേണമെന്നുള്ളതിന്റെ അർത്ഥം നിസ്സഹകരണമെന്നല്ല. ഇഡിയോട് ഒരു ഘട്ടത്തിലും CMRL സഹകരിക്കാതിരുന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ്. കോടതിയിൽ എത്തി എന്നുള്ളത് നിസ്സഹകരണമെന്ന് ചേർത്ത് വായിക്കാനാകില്ല എന്നാണ് CMRL പ്രധാനമായും കോടതിയിൽ അറിയിച്ചത്. എങ്ങനെയാണ് എന്തായാലും ഈ CMRLന് ആശ്വാസകരമായ നടപടിയാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ അങ്ങേറ്റം രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കാവുന്ന ഒരു വിധി കൂടിയായിരുന്നു ഒരു പക്ഷേ ഇഡിയുടെ അന്വേഷണത്തിന് തടസ്സമുണ്ടായ ഈ അന്വേഷണം തുടരുകയായിരുന്നെങ്കിൽ ഉണ്ടാവുക. അത്തരം ഇടപെടലുകൾക്ക് സ്വാഭാവികമായും ഒരു ഇടവേള വന്നിരിക്കുകയാണ്. എന്തായാലും വെള്ളിയാഴ്ച 1:45 ശേഷം ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ആയിരിക്കും ഹൈക്കോടതി ഇടപെടൽ വീണ്ടും ഉണ്ടാവുകയും ഇടയ്ക്ക് ഈ കേസ് ഇടയ്ക്ക് കോടതി ചില ചോദ്യങ്ങൾ കൂടി ചോദിച്ചിരുന്നല്ലോ ആജ്ഞ. അതായത് ഈ കേസ് അതിന്റെ രീതിയിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കുകയല്ലേ വേണ്ടത്? അഥവാ നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ക്ലീൻ ചിറ്റ് കിട്ടുമല്ലോ, പിന്നെ എന്താണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ള തടസ്സം ഈ വാദഗതികൾ അല്ലെങ്കിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നതിൽ എന്നുള്ള ചോദ്യം കൂടി ചോദിച്ചു വിടുന്നല്ലോ. അതും പ്രധാനമാണല്ലോ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും രഞ്ജിത്ത്, കോടതിയുടെ ചോദ്യം പ്രധാനമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. കോടതിയിൽ കോടതി ഇങ്ങനെ ക്ലീൻ ചിറ്റ് കിട്ടുന്നതല്ലേ നല്ലത്, കുറ്റവിമുക്തരാക്കുന്ന ഒരു നടപടിയിലേക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയാൽ അതുണ്ടാകില്ലേ? അതുകൊണ്ട് ഇഡിക്ക് മുൻപാകെ രേഖകൾ ഹാജരാക്കുന്നത് എന്താണ് തടസ്സമെന്ന് കോടതി ചോദിച്ചിരുന്നു. കേസുമായി മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് എന്നുള്ള തരത്തിലാണ്. അതിനുള്ള മറുപടിയായിട്ടാണ് CMRL പറഞ്ഞത്. ഇഡിയോട് സഹകരിക്കാതിരുന്നിട്ടില്ല. പക്ഷേ ഇഡി എപ്പോഴും നിർബന്ധിതമായി ഇത്തരം കാര്യങ്ങൾ, അതായത് ഇത്തരം കാര്യങ്ങൾ ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ഇഡിക്ക് നിയമപരമായി അതിനുള്ള സാധുതയില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ECIR രജിസ്റ്റർ ചെയ്തിട്ടില്ല.
നിർദ്ദേശിച്ചിരിക്കുന്നത് FIR-ന്റെ അടിസ്ഥാനത്തിൽ വേണം ECIR രജിസ്റ്റർ ചെയ്യാൻ. അത്തരത്തിലൊരു കേസോ അതല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടിക്രമങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ CMR-ന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പോലീസ് കേസോ അതല്ലെങ്കിൽ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസോ അത്തരത്തിലൊരു FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ SFIO അല്ലെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണം മാത്രമാണ്. അത് അവർ കേന്ദ്രത്തിനാണ് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുക. SFIOയ്ക്ക് അതിൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. SFIO ഈ കുറ്റപത്രം സമർപ്പിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അതിനെ പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് എന്നാണ് SFIOയുടെ ടെക്നിക്കൽ ടേം. പ്രോസിക്യൂഷൻ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ED അന്വേഷണവുമായി മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. അത്തരം ഇടപെടലുകൾ EDയെ സംബന്ധിച്ച് നിയമവിരുദ്ധമാണ്. ED ചട്ടവിരുദ്ധമായിട്ടാണ് പെരുമാറുന്നത്. ആദ്യഘട്ടത്തിൽ ഈ സ്റ്റേ നൽകാൻ ED വിസമ്മതിച്ചിരുന്നു. പൂർണ്ണമായ വാദം കഴിയട്ടെ എന്നാണ് കോടതി പൂർണ്ണമായ വാദം കഴിയട്ടെ എന്നാണ് കോടതി പറഞ്ഞത്. ഇടയ്ക്ക് ചില പരാമർശങ്ങൾ കൂടി നടത്തിയിരുന്നു. എന്തുകൊണ്ട് കേസ് അന്വേഷണം തടസ്സപ്പെടുത്തുന്നു, അതിൻ്റെ ആവശ്യം എന്താണ്? പക്ഷേ ഇപ്പോൾ വെള്ളിയാഴ്ച വരെ ഒരു സ്റ്റേ എന്ന് പറയുമ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം എന്നല്ലേ കരുതാൻ കഴിയൂ? അങ്ങനെ കരുതാൻ കഴിയുള്ളൂ രഞ്ജിത്ത്. മാത്രമല്ല ഈ കേസിൽ ഒരു താൽക്കാലിക ആശ്വാസം ഒരുപക്ഷേ ഹർജിയിൽ അതുവരേക്ക് എന്നൊരു നിബന്ധന അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിലാവാം കോടതി നിലപാടെടുത്തത്. എന്തായാലും പൂർണ്ണമായ വാദം കേട്ട ശേഷമേ വിധി പറയൂ എന്നതാണ് കോടതി നിലപാട്. വെള്ളിയാഴ്ച തന്നെ വിധി ഉണ്ടാവും. അപ്പോൾ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി അതേ നിലപാട് തന്നെ എടുക്കുമോ അതല്ല ഡിവിഷൻ ബെഞ്ച് CMRLൻ്റെ വാദം ത്തിനൊപ്പം നിൽക്കുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം ഇതിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോടതിയിലെ സാങ്കേതിക നടപടിക്രമങ്ങൾക്കപ്പുറം അത് സംസ്ഥാനത്തുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിഫലനം ഏറെ വലുതാണ്. കാരണം EDക്ക് ഇനി അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന തീരുമാനം കോടതിയിൽ നിന്നുണ്ടായാൽ സ്വാഭാവികമായി നടക്കാൻ പോകുന്ന നടപടി വീണ വിജയന് സമൻസ് കിട്ടുക, അതിനനുസരിച്ചുള്ള ചോദ്യം ചെയ്യലും വേണ്ടി വന്നാൽ അറസ്റ്റ് പോലും നടന്നാലും അത്ഭുതമില്ല എന്ന രാഷ്ട്രീയ സാഹചര്യം പോലുമുണ്ട്. ഇതൊക്കെ കണക്കിലെടുക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ ഇപ്പോൾ CMRLൻ്റെ ഹർജിയാണെങ്കിൽ കൂടിയും അതിൻ്റെ ഗുണഭോക്താവ് യഥാർത്ഥത്തിൽ വീണ വിജയൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിക്കുന്നത്. നിലവിലുണ്ടാവുന്നത് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. വെള്ളിയാഴ്ച വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും കോടതി എന്ത് നിലപാടെടുക്കുന്നു എന്നത്. തീർച്ചയായും കോടതിയുടെ തീരുമാനത്തിനായി കാത്തിരിക്കാം. ഒരു അന്തിമ തീർപ്പ് വെള്ളിയാഴ്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഈ ഹർജിയിൽ.